ഹജ്ജ് തീർത്ഥാടകർക്ക് വലിയ തിരിച്ചടി. നെടുമ്പാശ്ശേരി, കണ്ണൂർ വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് വിമാന ടിക്കറ്റ് നിരക്കിൽ ഇരട്ടി തുക കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ നൽകേണ്ടി വരും. എന്താണ് അതിന് കാരണം? കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് തീർത്ഥാടകർക്ക് തിരിച്ചടിയാകുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വലിയ വിമാനങ്ങളുടെ സർവീസ് നിലച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഹജ്ജ് തീർത്ഥാടകർ. തീർത്ഥാടനത്തിനായി ചിലവഴിക്കേണ്ടത് 1.5 ലക്ഷത്തിലധികം രൂപയാണ്. എയർ ഇന്ത്യയിൽ ലഗേജ് കൊണ്ടുപോകുന്ന കാര്യത്തിലും തീർത്ഥാടകർ അത്ര കണ്ട് തൃപ്തരല്ല. ഹജ്ജ് തീർത്ഥാടകർക്കായി നെടുമ്പാശ്ശേരി, കണ്ണൂർ, കരിപ്പൂർ എന്നീ 3 എംബാർക്കേഷൻ പോയിന്റുകളാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പോകുന്നവരിൽ 70% ആശ്രയിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തെ. ഇത്തവണ കരിപ്പൂർ വഴി പോകുന്നവർ വിമാന ടിക്കറ്റ് നിരക്കായി നൽകേണ്ടത് 1,65,000 രൂപ. നെടുമ്പാശ്ശേരി, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ ഇത് 86,000 രൂപ. 75,000 രൂപയാണ് കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ അധികമായി നൽകേണ്ടത്. കണ്ണൂർ, നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ നിന്ന് സൗദി എയർലൈൻസ് ആണ് സർവീസ് നടത്തുന്നത്. കരിപ്പൂരിൽ നിന്ന് എയർ ഇന്ത്യയും. 53 കിലോ ലഗേജ് കൊണ്ടുപോകാൻ സൗദി എയർലൈൻസ് അനുമതി നൽകുമ്പോൾ എയർ ഇന്ത്യ അനുവദിക്കുന്നത് 37 കിലോയാണ്. വിഷയത്തിൽ ഇടപെടൽ തേടി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസിയും MP അബ്ദുൾ സമദ് സമദാനി MPയും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കത്തെഴുതി. സംസ്ഥാന ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനുമായി ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കേന്ദ്ര ഏവിയേഷൻ മന്ത്രിയുമായും അവിടെ ഹജ്ജ് ന്യൂനപക്ഷ വകുപ്പിൻ്റെ മന്ത്രി സ്മൃതി ഇറാനിയുമായി സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു ഏകീകരിച്ച റേറ്റ് ഉണ്ടാക്കി കോഴിക്കോടിന് പരിഗണന നിർബന്ധമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾക്ക് നിയന്ത്രണമുള്ളതിനാൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് സർവീസിനായി ക്ഷണിച്ച ടെൻഡറിൽ എയർ ഇന്ത്യ മാത്രമാണ് പങ്കെടുത്തത്. റീടെൻഡർ വിളിച്ച് കുറഞ്ഞ നിരക്കിൽ മറ്റു വിമാന കമ്പനികൾക്ക് കരാർ നൽകണമെന്നാണ് ആവശ്യം. ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന കരിപ്പൂരിൽ നിന്നുള്ള ടിക്കറ്റ് തന്നെ ഇത്രയോളം വർദ്ധിപ്പിച്ചത് കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാനുള്ള നീക്കമാണോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. അതോടൊപ്പം വലിയ വിമാനങ്ങൾ കരിപ്പൂരിൽ ഇറങ്ങാനുള്ള സാഹചര്യവും ഒരുക്കേണ്ടതുണ്ട്. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. 14,464 തീർത്ഥാടകരാണ് ഇത്തവണ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിനായി യാത്ര തിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിലാണ് എന്ന് ഈ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. 80,000 രൂപയോളം അധികം ഈടാക്കുന്നത് തീർത്ഥാടകരോടുള്ള വലിയ ദ്രോഹം എന്നാണ് ഉയരുന്ന വിമർശനം. അടിയന്തരമായ ഇടപെടൽ ഈ വിഷയത്തിൽ വേണം എന്നുള്ളതാണ് ഉയരുന്ന ആവശ്യം. പ്രതികരണങ്ങളിലേക്ക്. കരിപ്പൂർ എയർപോർട്ട് പൂട്ടുക എന്നാണ് കേന്ദ്രത്തിന്റെ ഒരു ലക്ഷ്യം. അതിലേക്കുള്ള ഒരു ചൂടൊപ്പം കൂടി ആയിട്ടാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഈ മലബാർ ഏരിയയിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് അവർ ദുരിതത്തിലാക്കുക. അതോടൊപ്പം തന്നെ കേരളത്തോട് കാണിക്കുന്ന ഒരു അവഗണന, കേന്ദ്രത്തിന്റെ ഒരു അവഗണനയായിട്ടാണ് ഇത് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇരട്ടി ചാർജാണ്, ഡബിൾ ചാർജാണ് കരിപ്പൂരിൽ നിന്ന് വാങ്ങുന്നത്. എന്നാൽ നെടുമ്പാശ്ശേരിയോ കൊച്ചിയോ അതില്ലാന്നും പറഞ്ഞു. അപ്പോൾ എന്തോ കരിപ്പൂരിൻ്റെ ഒരു പ്രത്യേക അവഗണനയായിട്ട് കേന്ദ്ര സർക്കാർ കാണാമെന്നുള്ളതാണ് മനസ്സിലായത്. ഏറ്റവും കൂടുതൽ ഹജ്ജിന് പോകുന്ന ആളുകൾ ഇന്ന് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നതെന്നുള്ളതും സത്യമാണ്. സർക്കാർ എന്തുദ്ദേശിച്ചിട്ടാണോ ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് മനസ്സിലാകാത്തത്. അപ്പോൾ അത് ഞങ്ങൾക്ക് അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയും പൈസ കൂടുതലാവുന്നുണ്ട്. അത് പാവപ്പെട്ടവരല്ലേ, ഇത്രയും ഹജ്ജ് ചെജ്ജണമെന്നുള്ള കടമക്കാണ് ഇപ്പം നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇത്രയും പൈസ ആകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരൂലേ, അതാകരുത്. ആ ബുദ്ധിമുട്ടിന് ഒരിക്കലും അതിൽ കുറച്ച് തരണം.